ഹലോ നമസ്കാരം, സനീർ പറപ്പാറിനാണ്. ഈ മക്കാമ എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ മൂന്നാറിലേക്ക് യാത്ര പോകുന്ന ആളുകൾ അധികം ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നൊരു സ്ഥലമുണ്ട്, പള്ളിവാസൽ അധികാരം ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലമല്ല. പള്ളിവാസൽ പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്. പക്ഷെ എന്നാൽ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു സ്ഥലമാണിട്ടത്. ഒരു ദർഗയാണ്, ഷെയ്ഖ് പീർ മുഹമ്മദ് ദർഗ ഷെരീഫ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുന്നുണ്ട്, കുറേ ഉപ്പും പാക്കറ്റ് ഇരിപ്പുണ്ട്. അവിടുത്തെ നേർച്ചയും കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ജസ്റ്റ് അതുവഴി പോയപ്പോൾ അവിടെ അങ്ങനെ ഒരു ദർഗ ഉണ്ടെന്ന് അറിഞ്ഞു, ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി, കയറി കണ്ടു. കണ്ട കാര്യം നിങ്ങളെ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈ കാണുന്നതാട്ടോ നമ്മുടെ ഈ പറഞ്ഞ ദർഗ. നാനാജാതി മതസ്ഥരായ ഒട്ടനവധി ആളുകൾ നിത്യവും വന്ന് വിളക്ക് വയ്ക്കുകയും ചന്ദനത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആരാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അവിടെ ബോർഡിൽ എഴുതി വച്ചേക്കുന്ന ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ല ഒരു വ്യൂ പോയിന്റ് ഉള്ളൊരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലത്തോട്ടെ ഈ ദർഗ ഇരിക്കുന്നത്. ചുറ്റോടെ നിന്ന് കാണുന്ന വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. അതിന് ചുറ്റും ഒട്ടനവധി ലയങ്ങളുണ്ട്. ലയങ്ങൾ മീൻസ് അതായത് നമ്മുടെ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന വീടുകൾക്ക് പറയുന്ന പേരുടെ ലയം എന്ന്. അപ്പോൾ അങ്ങനത്തെ ലയങ്ങളുണ്ട്. പള്ളിവാസലാണെങ്കിൽ തന്നെയും ഒട്ടനവധി പേരും തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. ഇത് ശരിക്കും ടാറ്റയുടെ എസ്റ്റേറ്റിൽ പ്ലാന്റേഷൻ ടീ എസ്റ്റേറ്റിനകത്താട്ടോ ഈ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ടൗണിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ തേയിലത്തോട്ടത്തിനോടൊക്കെ ഉള്ളിലായിട്ടിരിക്കുന്ന ഈ ഒരു ദർഗയുള്ളത്. അപ്പോൾ ഇനി ഇതുവഴി പള്ളിവാസൽ വഴി മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പള്ളിവാസലിൽ ഇങ്ങനൊരു ദർഗയുണ്ട്, പറ്റുന്നൊരു